ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഓസ്ട്രേലിയയിലുള്ള എൻ്റെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന പച്ചക്കറികളുടെ വീഡിയോയാണ് ഇടുന്നത്. ഇത് നമ്മുടെ നാടൻ വെണ്ടയാണ്, നാടൻ വെണ്ട, ആനക്കൊമ്പൻ വെണ്ട എന്നൊക്കെ പറയും. പിന്നെ ഇത് വഴുതനങ്ങ കേട്ടോ, നല്ല വലിയ സൈസിലാവുന്നൊരു വഴുതനങ്ങയാണ്. പിന്നെ ഞാനൊരു കറിവേപ്പിലയുടെ തൈയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം സൈഡിൽ പലതരത്തിലുള്ള വെണ്ട ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വഴുതനങ്ങയാണ് കേട്ടോ, ഒത്തിരി വഴുതനങ്ങ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ കാണാൻ ഞാൻ വാളംപുളി നട്ടിട്ടുണ്ട്. പിന്നെ വാളോരങ്ങ, ഒത്തിരി വാളോരങ്ങ എനിക്ക് എല്ലാ ആഴ്ചകളിലും കിട്ടാറുണ്ട് കേട്ടോ. ഇത് വേറൊരു വാളംപുളിയുടെ തൈയാണ്. ഇത് വാഴയാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ പച്ചക്കാന്താരി ഉണ്ടല്ലേ, വെള്ളക്കാന്താരി എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മളൊരു ചെറിയ തെങ്ങ് നട്ടിട്ടുണ്ട് കേട്ടോ. അത് വളർന്നു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പിന്നെ ഒരു വാഴ കാണാം നിങ്ങൾക്ക്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇനി കാണുന്നത് മൈലാഞ്ചി. എൻ്റെ മനസ്സിൽ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ മാത്രം ഉണ്ടായിരുന്ന ചെടികളാണെന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായേ മൈലാഞ്ചി എല്ലാം ഓസ്ട്രേലിയയിലുണ്ടെന്ന് കേട്ടോ. പിന്നെ ഇങ്ങനെ മുമ്പിൽ സൈഡിൽ മൊത്തം ഞാൻ നാടൻ അച്ചിങ്ങ ഇട്ടേക്കുവാണ്. അതിന് പന്തലിട്ടിരിക്കുവാണ്. അച്ചിങ്ങയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാവേ. പിന്നെ കപ്പളങ്ങ. പിന്നെ അങ്ങ് നീങ്ങി നിൽക്കുന്ന ഇത് നിത്യവഴുതനങ്ങ എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നിത്യവഴുതനങ്ങയാണ്. അതിലും ഉണ്ടായി തുടങ്ങിയിട്ടില്ല, പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഈ നിൽക്കുന്നത് പ്ലമ്മിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വലുതാവുമ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇടാൻ വന്നോടെ. പിന്നെ ഇത് കാണുന്നത് മുരിങ്ങയാണ്. മുരിങ്ങയിൽ കുറച്ച് പൂവിട്ടിട്ടുണ്ട്, മഴ കാരണം പൂവെല്ലാം ചാടിപ്പോയി. ഇത് വേറെ ഒരു വാളംപുളിയുടെ തൈയായിരുന്നു. പിന്നെ ഇവിടെ കാണുന്നതെല്ലാം വാഴ, കപ്പളങ്ങ അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറിയ ബന്ദിപ്പൂവൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്, കീടശല്യം എല്ലാം ഒഴിവാകാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കപ്പയാണ് കേട്ടോ. ഈ ഏരിയ കുറച്ച് കാട് പിടിച്ചതുപോലെ കിടക്കണ കുറച്ച് ദിവസമായിരുന്നു ഞാൻ ഈ വഴിക്ക് വന്നിട്ട് ഇതിനകത്തെല്ലാം ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഒരു ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് തിരക്കിലായിരുന്നു. പിന്നെ എനിക്ക് ഒത്തിരി കോവലുണ്ടായിട്ടുണ്ട്, കോവയ്ക്ക ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ വെള്ളരിക്കയാണ് കേട്ടോ. ഈ സാലഡ് കുക്കുംബർ എന്നൊക്കെ പറയും, നമുക്ക് പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന ടൈപ്പ് കുക്കുംബർ. എൻ്റെ ഹസ്ബൻഡിന് അതൊത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് നട്ടതാണ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി പൂവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കാതേ കണ്ടോ, സാലഡ് കുക്കുംബർ ഇത്രയും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ചയ്ക്ക് കടിച്ച് തിന്നാൻ നല്ലതാണ്. ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇപ്പം. പിന്നെ ഇങ്ങനെ ഞാൻ പന്തലിട്ട് കൊടുത്തേക്കുന്ന കോവൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാവുന്ന പന്തലിൽ. പിന്നെ ഇത് ആണെങ്കിൽ നമ്മുടെ നാടൻ അച്ചിങ്ങ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കറിവേപ്പിലയുടെ തൈ കിട്ടിയപ്പോൾ നട്ടു വെച്ചതാട്ടോ. അത് ആ കറിവേപ്പിലയ്ക്ക് അത്രയ്ക്ക് ഉഷാറില്ലാതെ നിൽക്കുന്നത്. ഇതെല്ലാം നമ്മുടെ, ഞാൻ ഇതിനകത്ത് കുറ്റിപ്പയറും നട്ടിട്ടുണ്ട്. ഇത് നാടൻ അച്ചിങ്ങ പ്ലസ് കുറ്റിപ്പയറും കൂടിയാണ് നട്ടേക്കണത് അതിനകത്ത്. പിന്നെ പോകുമ്പോൾ ഇതെല്ലാം ഇവിടെയൊക്കെ കപ്പളങ്ങയൊക്കെ കപ്പളമാണ് നട്ടേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇവിടെ കുറച്ച് പാവയ്ക്കയുണ്ട്. പാവയ്ക്ക് നമുക്ക് കാണാമല്ലോ, കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏകദേശം എൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തി നിൽക്കുവാണ്. പിന്നെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഞാൻ സൈഡിലായിട്ട് കുറച്ച് ചട്ടികളിൽ ചീരയെല്ലാം അങ്ങനെ ചുമ്മാ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ ഇതെന്താണെന്നറിയാമോ, നമ്മുടെ നാട്ടിലെ പനിക്കൂർക്കയാണ് കേട്ടോ. ഞാൻ ഓർത്തത് പനിക്കൂർക്ക നമ്മുടെ കേരളത്തിൽ മാത്രമുള്ളൊരു സംഭവമാണെന്നാണ്. ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഓസ്ട്രേലിയയിൽ അതേ ഇഷ്ടം പനിക്കൂർക്കയുണ്ട്, പനിക്കൂർക്കയും തുളസിയൊക്കെ. ഇതൊരു ടൈപ്പ് ചീരയാണ് ഞാൻ നട്ടത്. അതിനകത്ത് ചുമ്മാ ബീട്രൂട്ടിൻ്റെ അരികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തുള്ളത് പടവലങ്ങ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പടവലത്തിൽ എന്തോ ഒന്ന് വന്ന് കൊത്തി, അതുകൊണ്ട് ഞാനത് പറിക്കാതെ ഇട്ടേക്കുവാണ്. ഇതാണ് ഏറ്റവും വലിയൊരു പടവലങ്ങ. അപ്പോൾ അമ്മച്ചിയും പിള്ളേരും ഒക്കെ ഇത് പറിക്കാനുള്ള സന്തോഷത്തിൽ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവരത് പറിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവർ. പിന്നെ അപ്പോൾ കണ്ടോ, ഇത് വലിയ പടവലങ്ങയാണ്. അപ്പോൾ ആദ്യത്തെ പടവലങ്ങ ഞാൻ അമ്മച്ചിയോട് ഉദ്ഘാടനം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ പടവലത്തിൻ്റെ കറിയായിരുന്നു കേട്ടോ വെച്ചത്. നല്ല ടേസ്റ്റുള്ള പടവലങ്ങയായിരുന്നു. എന്ന് വെച്ചാൽ കിളിയൊന്നും വന്ന് ഇതൊന്നും വന്ന് കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതൊരു ബ്ലാക്ക് ബിൻ ബാഗ് കൊണ്ടാണ് കെട്ടിയിടാറ്. അപ്പോൾ ഇത് ഇത്ര നല്ല വലിയൊരു പടവലങ്ങ അമ്മച്ചി പറിച്ചു. മറ്റേ സഹായിക്കാനായിട്ട് വീഡിയോ എടുക്കുവാണെന്ന് അറിഞ്ഞപ്പോഴത്തേനും സുസാന ലൈജയൊക്കെ ഓടി വന്ന് നിൽക്കുന്ന സന്തോഷത്തിൽ. അപ്പോൾ എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ നമുക്കെല്ലാവർക്കും പിന്നെ കാണാം കേട്ടോ. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.